നമുക്ക് മൊത്തമുള്ള സമയത്തിൻ്റെ ലിമിറ്റ് അറിയാമല്ലോ. അതിൽ ഏറ്റവും ചുരുക്കി പറയുന്നത് സാർ, ഞാനിവിടെ സൂചിപ്പിച്ചു സാർ, നമുക്ക് വളരെ പരിമിതമായ സമയം ഇന്നും നാളെയും മാത്രമാണ് ഡിമാൻഡ് ഡിസ്കഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുക്കിയാണ് സംസാരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചുള്ള ഒരു പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് പുതിയ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോവുകയാണ്. ആ കാഴ്ചപ്പാടിനകത്ത് എല്ലാ മേഖലയിലുള്ള സമ്പൂർണ്ണമായ സർവ്വതലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് റവന്യൂ വകുപ്പ് തീർച്ചയായിട്ടും എടുക്കേണ്ടതായ കാലത്തിനനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ് സാർ. ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ രണ്ടാം ഭൂപരിഷ്കരണ നിയമം അത് ഏറ്റവും ശക്തമായ രീതിയിൽ നമുക്ക് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ. നമുക്കറിയാം, ഒന്നാം ഭൂപരിഷ്കരണ നിയമം നമുക്ക് വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഉണ്ടായി. 3 ഗവൺമെൻറ്റുകളുടെയാണ് ഒന്നാം ഭൂപരിഷ്കരണ നിയമം അതൊരു പൂർണ്ണ നിയമമായി വരുന്നത് സാർ. അങ്ങനെ ഒരു നിയമമായിട്ട് വന്നെങ്കിൽ പോലും അതിൻ്റെ ഗുണം ലഭിക്കാതെ മാറി നിൽക്കുന്ന ഒട്ടനവധി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുണ്ട് സാർ. അതുകൊണ്ട് തന്നെ രണ്ടാം ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത്തരം മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. അതല്ലെങ്കിൽ ഒന്നാം ഭൂപരിഷ്കരണ നിയമത്തിൻ്റെതായ ഗുണഫലങ്ങൾ ലഭിക്കാത്ത ആളുകൾക്ക് കൂടി ഗുണം ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു നിയമത്തിന് നമ്മൾ രൂപം കൊടുക്കും. അതോടൊപ്പം തന്നെ കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം സാർ, ഒരു കാർഷിക സംസ്ഥാനമായി നമ്മൾ അറിയപ്പെടുന്നു. പക്ഷേ കാർഷിക രംഗത്ത് നമ്മൾ ആശ്രയിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളെയാണ്. നമ്മുടെ സ്ഥിതി എന്ന് പറയുന്നത് കാർഷിക മേഖല ചുരുങ്ങി വരുന്ന സാഹചര്യമാണ് സാർ. ഇന്ന് വ്യവസായിക രംഗത്ത് നമ്മുടെ ഒരു സാഹചര്യം എന്താ സാർ? നമ്മുടെ കുട്ടികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോകുന്നു. അവിടെ നിന്നുള്ള വരുമാനമാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത്. പക്ഷേ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകും സാർ. ആ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട മേഖല എന്ന് പറയുന്നത് വ്യവസായ മേഖലയാണ് സാർ. വ്യവസായ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാകണം, അതേത് മേഖലയായാലും. ആ വ്യവസായ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ഒരുക്കി കൊടുക്കുക. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സാർ. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള മാറ്റങ്ങളും നമുക്ക് ഭൂമിയുടെ കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഞാനിത് പറയുമ്പോൾ നമ്മുടെ ഭൂമി അത് തോട്ടഭൂമിയായാലും അല്ലാത്ത ഭൂമിയാണെങ്കിലും എല്ലാം നമ്മൾ പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമാക്കി മാറ്റും എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ഭൂമിയുടെ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ അനിവാര്യമായൊരു കാര്യമാണ്. ആ മാറ്റത്തിനും റവന്യൂ വകുപ്പ് നേതൃത്വം എടുക്കും എന്ന് സൂചിപ്പിക്കുകയാണ് സാർ. രണ്ടാമത്തെ ഒരു കാര്യം സാർ, സർക്കാർ ഭൂമിയുടെ കയ്യേറ്റം പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന കാര്യമാണ് സാർ. ആ സർക്കാർ ഭൂമിയുടെ കയ്യേറ്റം ഒരു കാരണവശാലും ഈ ഗവൺമെൻറ് നോക്കി നിൽക്കില്ല. അത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായിക്കഴിഞ്ഞാലും ശക്തമായ നിലപാടെടുക്കും. അത്തരം കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചാൽ പോലും, കയ്യേറ്റം കണ്ടു കഴിഞ്ഞാൽ പോലും അതിന് മുഖം തിരിച്ച് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും റവന്യൂ വകുപ്പിലുണ്ട്. അത്തരം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവും എന്ന് സൂചിപ്പിക്കുകയാണ് സാർ. അതോടൊപ്പം തന്നെ സാർ, ഇന്ന് പട്ടയ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സാർ. സ്വന്തമായി ഭൂമിയുണ്ട്, പക്ഷേ ആ ഭൂമിയുടെ പേരിൽ ഒരു കാര്യം, വീട് വയ്ക്കാൻ കഴിയാത്തവരുണ്ട്, വീട് വെച്ച് കഴിഞ്ഞാൽ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ പോകാൻ കഴിയാത്തവരുണ്ട്. അത്തരം കാര്യങ്ങൾ ഏറ്റവും പാവപ്പെട്ട പട്ടയം നൽകുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു പ്രയോറിറ്റി ഉണ്ട് സാർ. എല്ലാ വിഭാഗം ആളുകൾക്കും പട്ടയം കൊടുക്കണം. പക്ഷേ നമുക്കറിയാം, ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ കോളനികളിൽ താമസിക്കുന്ന പട്ടികജാതി വിഭാഗങ്ങൾ, ആദിവാസി ഊരുകളിൽ താമസിക്കുന്നവർ, എത്രയോ കുടുംബങ്ങൾക്ക് ഇന്ന് പട്ടയം ലഭിക്കാത്ത കുടുംബങ്ങളുണ്ട് സാർ. 5ഉം 10ഉം സെൻറ്റ് ഭൂമിയാണ് സാർ. അത്തരത്തിലുള്ളവർക്ക് പട്ടയം നൽകുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ് മുൻഗണന കൊടുക്കും എന്നുകൂടി സൂചിപ്പിക്കുകയാണ് സാർ. അതോടൊപ്പം തന്നെ ഭൂമിയുടെ രണ്ട് വാക്കുകൂടി പറഞ്ഞു സാർ. ഭൂമിയുടെ ന്യായവിലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ നിലനിൽക്കുകയാണ് സാർ. ചില സ്ഥലങ്ങൾ ഫെയർ വാല്യൂ വളരെ കൂട്ടിവെച്ചിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ ഗവൺമെൻറ്റിന് ന്യായമായി ലഭിക്കേണ്ട ന്യായവില ലഭിക്കാതെ വളരെ താഴെ സ്ലാബ് വെച്ചിരിക്കുകയാണ് സാർ. ഇത് രണ്ടും ഏകീകരിച്ചുകൊണ്ട് അർഹതമായത് ഗവൺമെൻറ്റിന് കിട്ടണം. അതോടൊപ്പം തന്നെ ഇല്ലാത്തിടത്ത് കൂടുതൽ ന്യായവില ഏൽപ്പിച്ച് സാധാരണ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ന്യായവില ഏകീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ് നടപ്പാക്കും എന്ന് സൂചിപ്പിക്കുകയാണ് സാർ. അതുപോലെ തന്നെ സാർ, ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ രാവിലെ സൂചിപ്പിച്ചു. ഏതാണ്ട് 2.5 ലക്ഷത്തോളം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു. ന്യായമായ ഒരുപാട് അപേക്ഷകളുണ്ട്. ആ അപേക്ഷകൾ പരിശോധിച്ച് എത്രയും പെട്ടെന്ന് അത് കൊടുക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് അറിയിക്കുകയാണ്.
അതോടൊപ്പം തന്നെ സർ, നമ്മുടെയൊക്കെ ഇന്ന് ഡിജിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് കൂടി അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തുന്ന ഭാഗമായി ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൺലൈനിലേക്ക് മാറ്റുമ്പോൾ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ആർക്കും ഉണ്ടാവരുത്, അതിൻ്റെ പേരിൽ താമസം വരരുത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പാക്കുന്ന ഓൺലൈൻ പദ്ധതികൾ ഡിജിറ്റലൈസേഷൻ്റെ ഗുണം സാധാരണക്കാർക്ക് ലഭിക്കുന്ന നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വില്ലേജുകൾ സ്മാർട്ട് വില്ലേജുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല വില്ലേജുകളും പഴയ കാലത്തെ പോലെ ചോർന്നൊലിക്കുന്ന വില്ലേജുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. കുറേയേറെ വില്ലേജുകൾ സ്മാർട്ട് വില്ലേജുകളാക്കി മാറ്റിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് കാലത്തും പരമാവധി കെട്ടിടങ്ങൾ സാധാരണ ജനങ്ങൾക്ക് കടന്നു വരുന്ന നമ്മുടെ വില്ലേജ് ഓഫീസുകൾ, ആ വില്ലേജ് ഓഫീസുകൾ കടന്നു വരുമ്പോൾ ആവശ്യത്തിന് സൗകര്യം ഉണ്ടാവുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന സ്മാർട്ട് വില്ലേജുകൾ ആരംഭിക്കും. 10 സ്മാർട്ട് വില്ലേജുകൾ താഴെക്കോട് പഞ്ചായത്തിലെ അരക്കുപറമ്പ് വില്ലേജ് ഓഫീസ്, കാളികാവ് പഞ്ചായത്തിലെ കാളികാവ് വില്ലേജ് ഓഫീസ്, കൊടുവള്ളി ഓമശ്ശേരി പുത്തൂർ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ 10 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കി മാറ്റുവാനുള്ള നടപടി സ്വീകരിക്കും. ഫണ്ടിൻ്റെ സാമ്പത്തികമായ സാഹചര്യത്തിനനുസരിച്ച് കൂടുതൽ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ കൂടി അനുവദിക്കും എന്ന് സൂചിപ്പിക്കുവാനും ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് തീർച്ചയായും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം ഏറ്റവും സുതാര്യമായ രീതിയിൽ ലഭിക്കാനുള്ള നടപടി ഉണ്ടാകും എന്ന് കൂടി ഈ സഭയെ അറിയിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകൾ പാസ്സാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ.